നമസ്കാരം. ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ യൂട്യൂബർമാരെ മാത്രമേ കാണാനുള്ളൂ. ചിലരൊക്കെ വളരെ നല്ല രീതിയിലുള്ള ആളുകൾക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നവരുണ്ട്. ഒരു അരുണിമ, അതുപോലെയുള്ള ചിത്രൻ, അങ്ങനെയുള്ള കുറേ പേരൊക്കെ ഒറ്റയ്ക്ക് പല രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അല്ലാതെ പാചകത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, വാഹനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും, സാമ്പത്തിക കാര്യത്തിലായിരുന്നാലും, വീടുകളുടെ കാര്യത്തിലായിരുന്നാലും, അങ്ങനെ ഏതൊരു കാര്യത്തിനും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന യൂട്യൂബർമാരുണ്ട്. പക്ഷേ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കുറേ പേരുമുണ്ട്. ഒന്ന് ആ തൊപ്പി എന്ന് പറയുന്ന ഒരുത്തൻ, അവനെയൊക്കെ ഇപ്പോൾ പോലീസ് നടപടി എടുത്തിരിക്കുകയാണ്, ഈ തൊപ്പിക്കെതിരെയൊക്കെ. പിന്നെ ഒരു സ്ത്രീ, അവരുടെ ഒന്നും പേര് പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് യാതൊരുവിധ ഒരു മാനവും മര്യാദയും ഇല്ലാതെയാണ് തൻ്റെ ഭർത്താവിൻ്റെ ഒത്താശയോടുകൂടി അവർ തുള്ളിച്ചാടുന്നതൊക്കെ. അങ്ങനെയുള്ള നിരവധി സ്ത്രീകളുണ്ട് ഇത്തരത്തിൽ അശ്ലീലം പറയുകയും അതുവഴി വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ. ഈ തൊപ്പിയൊക്കെ ന്യായീകരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന യുവതലമുറയെക്കുറിച്ചോർത്ത് നമുക്ക് ഭയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങനെ ജനം തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. ഉദ്ഘാടനങ്ങൾക്ക് പോലും ഇവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഉദ്ഘാടകനായി നിശ്ചയിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെയും മനസ്സ് എത്ര വൈകൃതമായി പോയി എന്ന് നമുക്ക് ആശങ്ക തോന്നുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആരനാട് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം. അവിടെ യദു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ സർക്കിൾ ഇൻസ്പെക്ടറുടെ തല തല്ലിപ്പൊളിച്ചു. കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഒന്ന് നോക്കൂ, അയാളൊരു മദ്യക്കുപ്പിയുമായി ആര്യനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, അവിടെ ബഹളമുണ്ടാക്കുന്നു. അതിനുശേഷം അവിടുന്ന് ഓടി അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകുന്നു, ഡോക്ടറുടെ ക്യാബിനിൽ കയറുന്നു. ഇതറിഞ്ഞ് CI അവിടെ എത്തുന്നു. അദ്ദേഹത്തിനെയാണ് ഇരുമ്പ് കസേര കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. CI ദേവരാജൻ്റെ തലയ്ക്ക് 6 തുന്നലുകളുണ്ട് എന്നുകൂടി ഓർക്കണം. ആര്യനാട് ഉഴമലയ്ക്കൽ കുളപ്പട സ്വദേശിയായ യദുകൃഷ്ണൻ എന്ന് പറയുന്ന ഈ യൂട്യൂബർക്ക് വെറും 21 വയസ്സ് മാത്രമാണ് പ്രായം. ശനിയാഴ്ച രാത്രിയാണ് ഇയാൾ ഈ മദ്യക്കുപ്പിയുമായി ആര്യനാട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. മദ്യക്കുപ്പിയുമായി എത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ഇയാൾ ആദ്യം അസഭ്യം പറഞ്ഞു. മദ്യക്കുപ്പി സ്റ്റേഷനുള്ളിൽ അടിച്ചു പൊട്ടിച്ചു. ഇതിനുശേഷം പോലീസുകാരെല്ലാം കൂടി ഓടിക്കൂടിയപ്പോഴാണ് ഇവൻ ഓടി അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കയറിയത്. അവിടെ ഡോക്ടറുടെ ക്യാബിൽ കയറി ഇത് അറിഞ്ഞുകൊണ്ട് CI ദേവരാജനെത്തി. അദ്ദേഹത്തിനെയാണ് ഇവൻ ഇരുമ്പ് കസേര കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പലയിടങ്ങളിലും യദുകൃഷ്ണൻ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കി. ആക്രമണത്തിന് മുമ്പ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമത്തിൽ ചില വീഡിയോകൾ പങ്കുവച്ചിരുന്നു. ഇത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. എന്നാൽ പോലീസിനോട് വൈരാഗ്യം തോന്നേണ്ട യാതൊന്നും ഒരു കാരണവും കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായതോടെ ഈ യദുകൃഷ്ണൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് പോലീസ് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യദുകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞ് ഇവൻ്റെ അമ്മ ബോധം കെട്ട് വീണു. പോലീസ് ഇതെല്ലാം കെട്ടിച്ചമച്ചത് എന്നാണ് അവൻ്റെ അമ്മ ന്യായീകരിക്കുന്നത്. നോക്കൂ, അതായത് മദ്യക്കുപ്പിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പോലീസുകാർ ഓടിക്കൂടിയപ്പോൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടിക്കയറുന്നു. CIയെ കസേര കൊണ്ട് തലയ്ക്കടിച്ച് പൊട്ടിക്കുന്നു. 6 തുന്നൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്കുണ്ട്. ഇതെല്ലാം കെട്ടിച്ചമച്ചതാണെന്നാണ് ഇവൻ്റെ അമ്മ പറയുന്നത്. 21 വയസ്സ് മാത്രമാണ് ഇവൻ്റെ പ്രായം. അപ്പോൾ ഇതുപോലെയുള്ള മാതാപിതാക്കളാണ് ഇവനെ പോലെയുള്ളവരെ വഷളാക്കുന്നത് എന്നുള്ളത് കൂടി അറിയണം. സെലിബ്രിറ്റികളായ പലരുടെ വീടുകളിലും ചടങ്ങ് നടക്കുമ്പോൾ, അത് മരണമായാലും കല്യാണമായാലും ഏതൊരു ചടങ്ങ് നടക്കുമ്പോഴും ഈ എച്ചിൽ കൂനയ്ക്ക് ചുറ്റും പട്ടികൾ ചെന്ന് നിൽക്കുന്നത് പോലെ ഒരു മൊബൈലും തൂക്കിപ്പിടിച്ച് അവിടെ ചെന്ന് നിൽക്കും കുറേ എണ്ണം. ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥയാണ് നടൻ സലീം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങിൽ നമുക്ക് കാണേണ്ടി വന്നത്. സലീം കുമാറിൻ്റെ മകന് പോലും അവിടെ വെച്ച് പൊട്ടിത്തെറിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ എത്രമാത്രം അപകടകാരികളാണെന്ന് സമൂഹം ഒന്ന് ചിന്തിക്കണം. പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലുണ്ട്. ആ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൊതു സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത്, ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഒരു കണക്കിന് ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. പണ്ടൊക്കെ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും മാസികയിലോ മറ്റോ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള മനസ്സ് അതിൻ്റെ പത്രാധിപർക്കുണ്ടാകണം. ഇന്ന് അതൊന്നുമല്ല സ്ഥിതി. ഫേസ്ബുക്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എക്സും ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളും. ഇതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അവിടെയാണ് ഇതുപോലെയുള്ള ചില വേട്ടാവളിയന്മാർ ഇത്തരത്തിൽ ചില അക്രമ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നത്. ഇവർ ഈ പല യൂട്യൂബർമാരെയും എടുത്തു നോക്കൂ, മിക്ക യൂട്യൂബർമാരും മയക്കുമരുന്നിൻ്റെ അടിമകളായിരിക്കും.
വളരെ ഗൗരവത്തോടെ ഈ മേഖലയെ കാണുന്നവരുണ്ട്. സമൂഹത്തിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, മനുഷ്യരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, ഭരണകൂടത്തിനെതിരെയുള്ള വിമർശനങ്ങൾ, ഇതൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. നാമമാത്രമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മഴയത്ത് തുള്ളിച്ചാടുന്ന സ്ത്രീകൾ, പിന്നെ അശ്ലീലം പറയുന്ന സ്ത്രീകൾ, അമേരിക്കയിലുള്ള ഒരു ദമ്പതികൾ പോലും, മലയാളി ദമ്പതികൾ പോലും വളരെ മോശപ്പെട്ട, അത് അവരുടെ സ്വകാര്യതയാണെങ്കിൽ, സ്വകാര്യമായിട്ടുള്ള കാര്യം, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് കാണാനും ആളുണ്ടെന്നുള്ളതാണ്. അമേരിക്കയിലുള്ള 2 മലയാളി ദമ്പതികൾ കാണിക്കുന്ന വൃത്തികേടുകൾ അതൊരിക്കലും ഒരു മലയാളിയുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഒരു പക്ഷേ എൻ്റെ മനസ്ഥിതി കൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കാം. ഇതൊക്കെ മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു സ്വകാര്യതയുണ്ട്. ആ സ്വകാര്യതയിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് പരസ്യമാക്കുമ്പോഴാണ് പ്രശ്നം. ഇതിനൊക്കെ ഈ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമാണ്. കർശനമായിട്ടുള്ള ഒരു നിയന്ത്രണം ഈ യൂട്യൂബർമാർക്ക് മേൽ കൊണ്ടുവരണം. അവർക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണം. അശ്ലീലങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ ഇവർ പുറത്തുവിട്ടാൽ കർശനമായ നടപടിയെടുക്കാൻ ഭരണകൂടം തയ്യാറാകണം. അതിനു വേണ്ടുന്ന നിയമനിർമ്മാണം നടത്തണം. സൈബർ പോലീസ് കൂടുതൽ ആക്റ്റീവ് ആകണം. അല്ലാതെ ഭരണകൂടത്തെയും രാഷ്ട്രീയ നേതാക്കളെയും വിമർശിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും അവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും അവരെ പിടിച്ച് ജയിലിലടയ്ക്കുകയും അല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ സമൂഹത്തെയും തലമുറയെയും വഴിതെറ്റിക്കുന്നത് ഇതുപോലെയുള്ളവരാണ്. ഇവരെ പോലെയുള്ളവരെ കൂച്ചുവിലങ്ങിടുകയാണ് ഭരണകൂടവും പോലീസും ഒക്കെ ചെയ്യേണ്ടത്. എന്തായാലും യദുകൃഷ്ണൻ്റെ പോക്ക് ജയിലിലേക്കാണ്. 21 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഒരു ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ തല തല്ലി പൊളിച്ച കേസാണ്. 21 വയസ്സേ ഉള്ളൂ. ഈ 21 വയസ്സ്, ഇപ്പോൾ ഈ 21 വയസ്സിൽ ഇതൊക്കെ കാണിക്കാമെങ്കിൽ ഇവനൊക്കെ വളർന്നു വരുമ്പോൾ എന്താണ് ഈ സമൂഹത്തിന് നൽകുക എന്ന് കൂടി ചിന്തിക്കുമ്പോൾ ഭയം തോന്നുന്നു.